എടി ദേവി, നീ ഒരു കാര്യം അറിഞ്ഞ? ഇല്ലേട്ടാ, എന്താ പറയൂട്ടാ? അതെ, നമ്മുടെ അപ്പുറത്ത് വീട്ടിലെ രാമൻകുട്ടിയുടെ മോളില്ലേ, ആ മോള് സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു 4 അംഗ സംഘം, മുഖംമൂടിയൊക്കെ ഇട്ട് വന്ന സംഘം കാറിൽ വന്നിറങ്ങിയിട്ടേ ആ കുട്ടിക്ക് മുട്ടായി വേണമെന്ന് ചോദിച്ചാൽ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് തട്ടിക്കൊണ്ട് പോടി. ഏട്ടന് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? നീ അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? നാട് നീളെ പാട്ടായി, ആളുകളൊക്കെ തടിച്ചുകൂടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു, പോലീസ് വന്നിരിക്കുന്നു. ഏട്ടാ, എനിക്ക് നല്ല തലവേദനയായിരുന്നു ഏട്ടാ, ഞാൻ കിടന്നുറങ്ങിയായിരുന്നു. ഇതാണ് നിന്നോട് ഞാൻ പറയണം, ഞാൻ പോയി കഴിയുമ്പോഴേ ഈ ഫാനും ഇങ്ങനെ ഇട്ട് ടി വിയും വെച്ച് വാതിലുടച്ച് ഇതിൻ്റെ അകത്ത് കയറി കിടക്കരുതെന്ന്. ആരെങ്കിലും വന്ന് വിളിച്ചാൽ കൂടി നീ അറിയില്ല. ഈ വീടും പൊളിച്ച് നിന്നെ പൊക്കിക്കൊണ്ട് ആരെങ്കിലും പോയാൽ കൂടി നീ അറിയില്ല. ഒന്ന് പോയേട്ടാ, എനിക്ക് പാടില്ലാണ്ട് ഞാൻ കിടക്കായിരുന്നു. ആ, കിടന്നു കണ്ടല്ല, പിള്ളേരെ പിടുത്തക്കാർ മാത്രമല്ല കേട്ടോ ഇറങ്ങിയേക്കണത്. വീട്ടിലൊക്കെ പകൽ സമയത്ത് കയറി വന്നിട്ടേ അടയാളം വെച്ചിട്ട് പോയിട്ട് വന്നിട്ട് വീട് കുത്തിപ്പൊളിച്ച് ആളില്ലാത്ത സമയത്ത് സ്വർണവും പണമൊക്കെ എടുത്തോണ്ട് പോന്നു. എന്റെ ഏട്ടാ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ ഏട്ടാ. ഒന്നാതെ ഏട്ടൻ രാവിലെ പോയ പാതിരാത്രിയാണ് കയറി വരുന്നത്, ഞാനിവിടെ ഒറ്റക്കാണ്. എനിക്കിപ്പൊ തന്നെ ഇതൊക്കെ കേട്ടിട്ട് പേടിയാണ് ഏട്ടാ. നീ എന്തിനാ പേടിക്കുന്നത്? ക്യാമറ വെച്ചിട്ടുണ്ടല്ല, ഇവിടെ ആര് വന്നാലും എൻ്റെ മൊബൈലിൽ അപ്പം എനിക്ക് കാണാൻ സാധിക്കും. ഓ, മിടുക്കനാട്ടാ, ഭയങ്കര ബുദ്ധിയാണ്. ആ, പിന്നെ ബുദ്ധി ഇല്ലാണ്ടാണ് ഞാനിതൊക്കെ ചെയ്യണത്. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? സമ്മതിച്ചേട്ടാ, ഒടുക്കത്തെ ബുദ്ധിയാണ്. ആ, ഒടുക്കത്തെ ബുദ്ധിയാണ്. പോയി കിടന്നുറങ്ങടി.